അല്ല, ഇത് ഈ പറയുന്ന ഇഴഞ്ഞ നീക്കം ബോധപൂർവം CPM നടത്തുന്നതാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. ഇത് CPIയുടെ കണ്ണിൽ പൊടിയിടാൻ തൽക്കാലത്തേക്ക് ഉണ്ടാക്കിയതായിട്ടുള്ള ഒരു ധാരണ എന്ന് മാത്രമാണ് ഇപ്പോൾ കാലം തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. ദിവസങ്ങൾ ഇത്രയും ആയിട്ടും ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതിന് ശേഷം അവരെടുത്ത പാർട്ടി തീരുമാനം ഞങ്ങൾ അതിൽ നിന്ന് പിന്മാറുന്നു എന്ന കത്തയക്കാമെന്നാണ്. ഇന്ന് വരെ കത്തിന്റെ അവസാന രൂപം എന്തായെന്നോ അതിന്റെ അവസ്ഥ എന്താണെന്നോ ആർക്കും പറയാൻ കഴിയുന്നില്ല. ഒടുവിൽ കിട്ടുന്ന മാധ്യമ റിപ്പോർട്ട് അനുസരിച്ച് ഇത് മുഖ്യമന്ത്രി കണ്ടെന്നും അതിനുശേഷം വകുപ്പ് സെക്രട്ടറിയുടെ കയ്യിൽ കൊടുത്തതായിട്ട് പൊതുവിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞതായും ഇനിയും അത് അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമപരിശോധനയ്ക്ക് ശേഷം അയക്കുമെന്നും ഒക്കെയാണ് പറയുന്നത്. ഇത് ബോധപൂർവം ഇത് വരുത്തുന്ന കാലതാമസമാണെന്ന കാര്യത്തിൽ എല്ലാവർക്കും നല്ല ബോധ്യമുണ്ട്. ഇപ്പോൾ ഇവിടെ പറയുന്ന കണക്കുകൾ തന്നെ വളരെ വിചിത്രമാണ്. അതായത് 109 കോടി രൂപ അനുവദിച്ചു എന്ന് പറയുമ്പോൾ 92.41 കോടിയാണ് ഇപ്പോൾ കിട്ടിയതെന്ന് പറയുന്നു. 16.5 കോടി ഇനിയും വൈകാതെ ലഭിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വളരെ വിചിത്രമായ മറ്റൊരു കണക്കാണ് ഈ കിട്ടുന്നതായ SSK ഫണ്ട് എന്ന് പറയുന്നത്. ഈ വർഷം തന്നെ 456 കോടി രൂപ കുടിശ്ശികയുണ്ടെന്ന് പറയുന്നു. എന്നാൽ 2023 ഒക്ടോബറിലാണ് യഥാർത്ഥത്തിൽ ഈ കുടിശ്ശിക ആരംഭിച്ചത്. അങ്ങനെ കുടിശ്ശിക ആരംഭിച്ചപ്പോൾ ഏതാണ്ട് 500 കോടി രൂപ കുടിശ്ശിക ലഭിക്കാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ പറയുകയാണ് ഒരു വർഷത്തെ മാത്രം 456 കോടി ഉണ്ടെന്ന്. അപ്പോൾ വെറും 44 കോടി രൂപ മാത്രമേ ഉള്ളൂ ഈ 2 വർഷത്തെ കുടിശ്ശികയിൽ ബാക്കിയും. അപ്പോൾ ഈ കണക്കുകൾ മുഴുവൻ തന്നെ ആശയക്കുഴപ്പമുണ്ടാക്കുന്നതാണ്. ഇതിനകത്ത് പതിവ് പോലെ യാതൊരു വ്യക്തതയും ഗവൺമെന്റിനോ വകുപ്പിനോ ഇല്ല. SSK ഒരു വഴിക്ക് പോകുന്നു, PMC മറ്റൊരു വഴിക്ക് പോകുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ സർക്കാർ തന്നെ പരോക്ഷമായി സമ്മതിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം PMCയിൽ ഒപ്പുവെച്ചതായ ധാരണാപത്രം ഇപ്പോഴും അതേപടി നിൽക്കുകയാണ്. PMCയുമായി നേരിട്ട് ബന്ധമില്ലാത്തതായ SSKയുടെ ഫണ്ട് മാത്രമാണ് സുപ്രീം കോടതി ഏതെങ്കിലും തരത്തിൽ നല്ല നിരീക്ഷണം നടത്തുമെന്ന് ഭയന്നുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇപ്പോൾ കൊടുക്കാമെന്ന് പറയുന്നത്. അപ്പോഴും PMC ഫണ്ടിനെ കുറിച്ച് മിണ്ടാട്ടമില്ല. അപ്പോൾ PMC ഫണ്ട് അതിനേക്കാൾ കോടിക്കണക്കിന് രൂപ 1500 കോടി രൂപയോളം PMC ഫണ്ടിൽ നിന്ന് കേരളത്തിന് ലഭിക്കേണ്ടതാണ്. അപ്പോൾ അതിന്റെ ഒരു വെറും ചെറിയ ഒരു ഭാഗമായിട്ടുള്ള SSK ഫണ്ട് മാത്രമേ ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളൂ. അത് തന്നെ ആദ്യത്തെ തവണയെ അനുവദിച്ചിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് പിന്മാറുന്നുവെന്ന കത്ത് കേന്ദ്രത്തിന് കിട്ടിയാൽ കേന്ദ്രം തുടർന്ന് കൊടുക്കേണ്ടതായിട്ടുള്ള കുടിശ്ശികയെ സംബന്ധിച്ച് എന്ത് സമീപനമാണ് സ്വീകരിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് ഇതുവരെ വ്യക്തതയില്ല. കേന്ദ്രത്തിന് ഇതിനെക്കുറിച്ച് ചില ധാരണകളൊക്കെ ഉണ്ട്. ഏതായാലും ഇതിനകത്ത് കാണേണ്ട രാഷ്ട്രീയം ഈ പറയുന്ന BJPയും CPMും തമ്മിലൊരു അന്തർധാര ഉണ്ടാക്കി CPIയെ ഒരു തരത്തിൽ പരിഹസിക്കുന്ന മട്ടിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ അന്തർധാരയുടെ ഫലമായിട്ട് തന്നെയാണ് ഇപ്പോൾ പെട്ടെന്ന് SSK ഫണ്ടിന്റെ ഒരു ഭാഗം അനുവദിക്കാമെന്ന് പറയുന്നത് എന്ന് നിരീക്ഷിച്ചാലും അതിനകത്തൊട്ടും തെറ്റില്ല. ഇത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ CPIക്ക് ഒരു തരത്തിൽ പറഞ്ഞാൽ കിട്ടിയ ഒരു ആക്ഷേപമാണ്, പരിഹാസമാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ മധുരത്തിൽ പറഞ്ഞ ഒരു കഷായം കൊടുത്തു എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. CPI ഇപ്പോൾ ആഹ്ലാദിക്കുകയാണ്, ഞങ്ങൾ ഇതൊക്കെ നേടിയെടുത്തു. ഇന്നലത്തെ സംസ്ഥാന കൗൺസിലൊക്കെ പറഞ്ഞു CPI വൻ നേട്ടം ഉണ്ടാക്കി, അതുകൊണ്ട് ഇനി ഈ വിഷയത്തെ കുറിച്ച് CPM വലിയേട്ടനോട് സംസാരിക്കരുത്, അവരെ വിഷമിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ആത്മപ്രശംസ നടത്തിക്കൊണ്ടാണ് CPIയുടെ സംസ്ഥാന കൗൺസിൽ ഇപ്പോൾ ഇന്നലെ പിരിഞ്ഞത്. അത് അവർക്ക് ആവശ്യമാണ്. കാരണം ഇനിയും തിരുവനന്തപുരം പോലുള്ള കോർപ്പറേഷനിൽ പോലും കിട്ടുന്ന സീറ്റ് കൊണ്ട് മിണ്ടാതെ വായാളിച്ചിരിക്കേണ്ട അവസ്ഥയാണ് CPI. ഇതുവരെ അവർക്ക് എത്ര സീറ്റ് കിട്ടുമെന്ന് പോലും തീരുമാനിച്ചില്ല. ഇത് കേരളത്തിൽ മൊത്തം ഇത് ബാധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് വലിയേട്ടനെ പ്രീതിപ്പെടുത്തി അവരുടെ മുൻപിൽ മുട്ടുമടക്കാതെ CPIക്ക് ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്ന ഒരു രാഷ്ട്രീയ വശം കൂടെ ഇവിടെ കാണണം. അതിനോട് അകത്തുകൂടെയാണ് CPMും BJPയും തമ്മിൽ ചില അന്തർധാരകളുണ്ട് എന്ന് പറയുന്നത്. ഏതായാലും ഇതിനെ സംബന്ധിച്ച് സർക്കാരിന് പോലും ഈ വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ കണക്ക് പറഞ്ഞതുപോലെ ഈ കണക്കുകളിലൊന്നും യാതൊരു ഐകരൂപ്യമില്ല. വസ്തുതാപരമായി ഇതൊന്നും പഠിച്ചിട്ടല്ല പറയുന്നത്. SSK ഡയറക്ടർ ഒരു കണക്ക് പറയുന്നു, വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി വേറൊരു കണക്ക് പറയുന്നു, മന്ത്രി വേറൊരു കണക്ക് പറയുന്നു. ഇങ്ങനെ ഈ അതിദാരിദ്ര്യയുടെ കണക്ക് പോലെ സങ്കീർണമാക്കി ആളുകളുടെ ചിന്താക്കുഴപ്പമുണ്ടാക്കുന്നു. ഇപ്പോൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമെന്ന രീതിയിൽ ഈ കത്തയക്കാത്തത് ബോധപൂർവം CPM വരുത്തുന്ന കാലതാമസമാണ്.
അത് വി ശിവൻകുട്ടി അത് തന്ത്രപരമായി ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ വേണം കരുതാൻ. ഇതിലിപ്പോൾ ഈ ചർച്ചയില്ലാതെ ഒരു ഒപ്പിടാൻ പോയി എന്നുള്ള കാര്യമൊക്കെയാണ് CPI ഉന്നയിച്ചിരുന്നത്. അത് സ്വാഭാവികമായുള്ളൊരു പ്രതികരണമൊക്കെയാണ് CPIയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. കാരണം പാർട്ടിക്കുള്ളിൽ നിൽക്കുമ്പോൾ ഇത്തരത്തിലൊരു ചർച്ചയോ അല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യമേ അറിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ CPIയുടെ ഭാഗത്തുനിന്ന് വരുന്നത് സ്വാഭാവികമായിട്ടുള്ളൊരു പ്രതികരണമൊക്കെയാണ്. പക്ഷേ ഇവർ ഈ അതൃപ്തി അറിയിക്കുകയല്ലാതെ ഈ മന്ത്രിസഭാ യോഗത്തിലൊക്കെ മന്ത്രിമാർക്ക് വേണമെങ്കിൽ അതൃപ്തി അറിയിക്കാം. പക്ഷെ അത് കൂടാതെ ഏത് തരത്തിലേക്ക് അവർക്ക് പോകാൻ സാധിക്കും? എന്തെങ്കിലും ഒരു കടുത്ത തീരുമാനത്തിലേക്കൊക്കെ CPI നീങ്ങാനുള്ള സാധ്യതയുണ്ടോ? ഇതിപ്പോ LDF ആലോചിച്ചില്ല അല്ലെങ്കിൽ മന്ത്രിസഭയിൽ ആലോചിച്ചില്ല എന്നൊക്കെ പറയുന്ന ആക്ഷേപം ഇപ്പൊ പഴങ്കഥയായി. ഇന്നലത്തെ CPIയുടെ സംസ്ഥാന കൗൺസിൽ യോഗം ദയവായിട്ട് നിങ്ങൾ മാധ്യമങ്ങൾ ശ്രദ്ധിക്കണം. അവർ പറയുകയാണ് നമ്മൾ വൻ വിജയം നേടി, BMC ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് പിന്മാറാൻ മരവിപ്പിക്കാൻ നമ്മളുടെ സ്വാധീനം ഉപയോഗിച്ചു എന്നൊക്കെ ഇന്നലെ വാനോളം ആത്മപ്രശംസ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ എന്തുകൊണ്ടാണ് ഈ കത്ത് അയക്കാത്തത് എന്ന ഒരു ചോദ്യം കൗൺസിലിൽ വന്നില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ വെറും തന്ത്രമാണ് എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല. അതുകൊണ്ട് ഇനി ഈ പറയുന്ന CPMന്റെ നിലപാടിനെ കുറിച്ച് BMCയെ കുറിച്ച് ഒരക്ഷരം CPI ഇനി പറയുകയില്ല എന്ന് അവർ തന്നെ ഇപ്പോൾ ഇന്നലെ കൊണ്ട് പ്രതിജ്ഞ എടുത്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇനി സർക്കാരിന്റെ ഇഷ്ടം പോലെ കാര്യങ്ങൾ പോകുമെന്നാണ് അതിന്റെ അർത്ഥം. ഇനി ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും മുഖ്യമന്ത്രിയുടെ അനുഗ്രഹാശിസ്സുകളോട് പിണറായി വിജയൻ പറയുന്ന കൽപ്പനയും കീഴുദ്യോഗസ്ഥന്മാരും അവരുടെ ആ നിർദ്ദേശം അനുസരിച്ച് മുന്നോട്ട് പോകും. കാരണം ഇപ്പോൾ തന്നെ CPI ഈ വിഷയം അവസാനിപ്പിച്ചു. CPI ഇനി ഇതിനെ സംബന്ധിച്ച് യാതൊരു വിമർശനവും നടത്തില്ല എന്ന് അവർ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോ കത്ത് കൊടുക്കുന്നത് ഒരു മാസം താമസിച്ചു പോയാൽ എന്താ കുഴപ്പം? അങ്ങനെ അഥവാ താമസിക്കുന്നുവെങ്കിൽ CPI എന്തെങ്കിലും ഒരു അക്ഷരം പറയാൻ പറ്റുമോ? അവർക്കെന്ന് ഓരോ ദിവസവും നിങ്ങൾ എന്താ കത്തയക്കാത്തതെന്ന് ചോദിക്കാൻ പറ്റുമോ? അങ്ങനെ ചോദിക്കാൻ പറ്റത്തില്ല എന്ന് ശ്രീമാൻ വി ശിവൻകുട്ടിക്കും ശ്രീമാൻ പിണറായി വിജയനും അറിയാം. അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇത് CPIയെ ഒരു തരത്തിൽ വഹിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞാലും നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അതിനും ഒരു തെറ്റുമില്ല. ഇത് CPI ഇനി ഇതേക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടാൻ പോകുന്നില്ല. അവർക്ക് എങ്ങനെങ്കിലും 10 സീറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്ന് വാങ്ങിച്ചെടുക്കണം. അതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവർക്ക് 10 സീറ്റ് ഉള്ളതെങ്കിലും പോകാതെ നോക്കണം. അതുകൊണ്ട് വരികേട്ടന്റെ മുമ്പിൽ ഇനി പഞ്ചപുച്ഛമടക്കി നിൽക്കുമെന്ന കാര്യത്തിൽ ആർക്കും തർക്കം വേണ്ട. അതുതന്നെയാണ് BMC ഉടമ്പടിക്ക് സംഭവിക്കാൻ പോകുന്നത്. പക്ഷേ കേന്ദ്ര ഗവൺമെന്റിനെ കബളിപ്പിച്ചുകൊണ്ട് ഫണ്ടെല്ലാം കിട്ടുമെന്ന് വിചാരിച്ച് നോക്കിയിരുന്നിട്ട് യാതൊരു പ്രയോജനവുമില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.